ജീവിക്കുവാണെങ്കിൽ പാലായിൽ ജീവിക്കണം ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല. നമ്മളുടെ അടുത്ത് വീട് കാണാൻ വന്ന തിരുവനന്തപുരം, കൊല്ലം പ്രദേശത്തു നിന്നൊക്കെ വന്ന് കണ്ടവരൊക്കെ നമ്മളോട് പറയുന്ന വാക്കുകളാണ്. കാരണം നല്ല നാടാണ്, അതുപോലെ തന്നെ നല്ല വീടുകളാണ് ഇവിടുത്തെ. നല്ല കേരള തനിമയോടുകൂടി റൂഫ് ചെയ്ത മോഡല് ഓടിട്ട വീടാന്നേ തോന്നുകയുള്ളൂ. പക്ഷെ വാർത്തിട്ട് അതിൻ്റെ മേളിൽ ഓടിട്ടിരിക്കുന്നതാ. അങ്ങനെയുള്ള വീടുകൾ കാണണമെങ്കിൽ പാലായിൽ വരണം. നമ്മളോടൊപ്പം വീട് കാണാൻ വന്ന ആൾക്കാർ പറഞ്ഞതാ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 15 സെന്റ് സ്ഥലത്തിനകത്ത് 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള പാലാ ടൗണിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി, ഹൈവേയിൽ നിന്നും ഏകദേശം 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു കൊട്ടാര സദൃശമായ വീട്. തേക്കൻ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. കംപ്ലീറ്റ് വർക്കുകൾ, അതായത് കട്ടള മുഴുവൻ ആഞ്ഞിലി, പാളികൾ, ജനൽപ്പാളികൾ, ഡോറുകൾ, അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ മുഴുവൻ തേക്ക്. ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,49,00,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസുമാണ്. വെള്ളം ഒരിക്കലും കയറാത്ത മേഖലയും എന്നാൽ കിണർ വെള്ളം പറ്റാത്ത മേഖലയുമാണ് ഇവിടം. അപ്പോൾ നമുക്ക് വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നല്ല കമന്റുകൾ എഴുതുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പാലായിൽ നിന്നും ഉദ്ദേശം 3.5 കിലോമീറ്റർ ദൂരം മാത്രം മാറിക്കഴിയുമ്പോൾ, ഹൈവേയിൽ നിന്നും ഏകദേശം 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ, ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 15 സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിൻ്റെ മുൻപിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോയിരിക്കുക. എല്ലാ മെറ്റീരിയലും ഏറ്റവും ടോപ്പ് മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം. ഏറ്റവും ഹൈ ക്ലാസ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടെല്ലാം കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റാണ്. ചുറ്റോടിയുറ്റം നടന്ന് നോക്കിയാലും നല്ല ഗാർഡനിങ്ങും അതുപോലെ തന്നെ നല്ല സ്പേസൊക്കെ കൊടുത്ത് നല്ലൊരു ആകർഷണം തോന്നിക്കുന്ന രീതിയിലുള്ള വീട് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ മുറ്റമൊക്കെ നമുക്ക് കാണാം. ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് അതുപോലെ തന്നെ നാച്ചുറൽ ബബിൾസൊക്കെ ഇട്ട് തിരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. നല്ല വിശാലമായൊരു മുറ്റം, നല്ല ഫ്രണ്ടേജുള്ള മുറ്റം, അതുപോലെ തന്നെ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്. കേരള തനിമയോടുകൂടിയുള്ള നല്ല റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്. ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് സ്ഥലത്തിന് നല്ല മൂല്യമുള്ള ഒരു മേഖലയാണ്. നല്ല വീടുകൾ തന്നെ അടുത്തുള്ള ഏറ്റവും പുതിയ ആൾക്കാരൊക്കെ തന്നെ താമസിക്കുക, അതായത് ഡെവലപ്പായിപ്പോയ ഒരു മേഖലയിലാണ് ഈ വീടിരിക്കുന്നത്. വീടിന് മുന്നിലൂടെയുള്ള റോഡ് ടാർ ചെയ്യുവാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ മഴയായിരുന്നത് കൊണ്ടാണ് ടാറിങ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഈ സൈഡ് വഴി, ഇതാണ് നമ്മുടെ കിണർ. വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളതുമാണ്. പാലായിൽ നിന്നും തൊടുപുഴയ്ക്കുള്ള വഴിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തൊടുപുഴ റോഡ് നമുക്കറിയാം, ഒരിക്കലും വെള്ളം കയറില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതാണ് വിശാലമായൊരു കാർ പോർച്ച്. ഇതിൻ്റെ പില്ലറുകളൊക്കെ നമുക്ക് കാണാം. പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർ പോർച്ചിന് മുകളിലൊക്കെ ഒരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള നല്ലൊരു വീടാണ് ഇവിടെ നമുക്ക് കാണുക. മുഴുവൻ തേക്കൻ തടിയാണ്. ഈ ജനൽപ്പാളികളെല്ലാം തേക്കാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ ഈ ഡോറുകളെല്ലാം തേക്കാണ്. അകത്ത് കൊടുത്തിരിക്കുന്ന കബോർഡ് വർക്കുകളെല്ലാം തേക്കാണ്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് കടന്നാണ് നമ്മൾ അകത്തേക്ക് കയറുക. ഈ വീടിൻ്റെ ആശാരിപ്പണി ഒന്ന് കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുപോലെ നല്ല ആശാരിപ്പണിയാണ്. ഇതുകൊണ്ട് ജനൽപ്പാളികളെല്ലാം തേക്ക് കൊണ്ടുള്ള ജനൽപ്പാളികൾ. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ ഒരു പാനലിംഗ് വർക്ക് വന്നിരിക്കുക. ഇതാണ് സിറ്റ് ഔട്ട്. നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. മുഴുവൻ തേക്കൻ തടികളുടെ ഒരു സമുച്ചയം തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് എല്ലാ വർക്കുകളും തേക്കൻ തടി കൊണ്ട് തന്നെയാണ് മുഴുവൻ ചെയ്തിരിക്കുക. നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് വിശാലമായൊരു സ്വീകരണ മുറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക.
കണ്ടമാനം കളറൊക്കെ വാരിക്കോരി കൊടുക്കാതെ നല്ല കളർ കോഡോടുകൂടി, അതായത് വാമും വൈറ്റും മാത്രം വരുന്ന ഫീലിങ്ങോട് കൂടിയുള്ള കളറാണ് ഇവിടെ വന്നിരിക്കുക. എപ്പോഴും നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാൻ കൊള്ളാവുന്ന രീതിയിലുള്ള നല്ലൊരു വീടാണ്. ഇതാണ് ഇവിടെ ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രെയർ ഏരിയയാണ് ഈ കാണുന്നത്. നല്ലൊരു പ്രെയർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫാമിലി ലിവിങ് ആയിട്ടോ പ്രെയർ ഏരിയ ആയിട്ടോ ഒക്കെ നമുക്കത് രൂപകൽപ്പന ചെയ്ത് മാറ്റാവുന്നതാണ്. എങ്കിലും ഇതൊരു പ്രെയർ ഏരിയ ആയിട്ട് തന്നെയാണ്. ഏത് മതത്തിൽപ്പെട്ടവർ വന്നാലും അവർക്കൊരു പ്രെയർ ഏരിയ വേണം എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് എവിടെ ഞങ്ങൾ രൂപക്കൂടെ എവിടെ വെക്കുക, അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കാനായിട്ടുള്ള സ്പേസ് എന്ന് എല്ലാവരും നോക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ് ഇവിടെ പ്രെയർ ഏരിയയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിൻ്റെ നമ്മൾ സ്വീകരണ മുറിയിലേക്ക് നിന്ന് കടന്ന് ഡൈനിങ് ഹാള് കം ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുക. ഇവിടെയാണ് TV യൂണിറ്റ് വന്നിരിക്കുക. ഇതെല്ലാം തടി കൊണ്ടുള്ള വർക്കുകളാണ് മുഴുവൻ ചെയ്തിരിക്കുക. നല്ല വലിപ്പമേറിയ ഒരു ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ ഡൈനിങ് ഹാളും ഒപ്പം ഫാമിലി ലിവിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇനി നമ്മൾ നേരെ ഇവിടെ കിച്ചണിലേക്കാണ് ആദ്യം പോവുക. ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് തന്നെ കിച്ചണാണ്. കിച്ചണിലെ ഫാനാണ് എല്ലാം നല്ല കമ്പനി ഫാനുകൾ, കമ്പനി സ്വിച്ചുകൾ, കമ്പനി വയറിങ്, അതുപോലെ തന്നെ മുഴുവൻ തേക്കൻ തടിയിട്ടാണ് ചെയ്തിരിക്കുക. ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ടൈല് വർക്കുകളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയുള്ള ടൈല് വർക്കുകൾ തന്നെയാണ്. ചെയ്തിരിക്കുന്ന ഓരോ വർക്കുകളും അത്രയും നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുക. വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ പരിചയം സമ്പത്തും അനുഭവ സമ്പത്തുമുള്ള ഒരു വ്യക്തിയാണ് ഈ വീട് പണിതിരിക്കുന്നത് എന്നുള്ളത് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയെ എടുത്തറിയിക്കുന്നു. ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതാണ് 2 പൈപ്പ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ എല്ലാം തേക്കൻ തടി തന്നെയാണ്. കിച്ചണും വർക്ക് ഏരിയയ്ക്ക് ശേഷം ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരു വാഷ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള യൂണിറ്റ് ഇവിടെയാണ് വന്നിരിക്കുക. വീണ്ടും നമ്മൾ കിച്ചണും വർക്ക് ഏരിയയും വഴി നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് കാണുവാനായിട്ടുള്ള ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ്. ഇതാണ് വാഷ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാഷ് കൗണ്ടറാണ് ഇവിടെ വന്നിരിക്കുക. നല്ല തെളിച്ചമുള്ള നല്ലൊരു വാഷ് കൗണ്ടർ, നല്ലൊരു ടൈല് വർക്കുകൾ എന്ന് വേണ്ടുന്ന എല്ലാ വർക്കുകളിലും അതിൻ്റേതായ തന്മയത്വവും ആഢ്യത്വവും അതുപോലെ തന്നെ നല്ലൊരു പ്രൗഢഗംഭീരമായി തന്നെ പണിത വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇവിടെ ഒരു കോക്കറി ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകളുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലാണ് ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുക. ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ജാഗ്വാർ പോലത്തെ ഏറ്റവും നല്ല കമ്പനി സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. എക്സോസ്റ്റ് ഫാനൊക്കെ കണ്ടോ മുകളിൽ നിന്ന് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ചുള്ള മുഴുവൻ മെറ്റീരിയലുകളുമാണ് ഇവിടെ മേടിച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഫിനിഷ് ചെയ്തിരിക്കുക. ഒരു വീട് പണിയുക എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു ഗവേഷണങ്ങൾ നടത്തി പണിയുന്നത് പോലെ തോന്നിക്കും ഈ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് നല്ല ഓരോ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ വലിയ കബോർഡ് വർക്കുകളുണ്ട്. നമ്മൾ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡുകൾ കണ്ടു, അതിനോടൊപ്പം തന്നെ ഉള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ. ഇനിയും നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിൽ നിന്ന് അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം ഒന്ന് കാണണമെങ്കിൽ ഇപ്പോഴാണ് നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ സ്വീകരണ മുറിയും പ്രെയർ ഏരിയയും കണ്ട ഒരു ഭാഗം. ഇതാണ്
ഇവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലെ ദൃശ്യങ്ങളിലേക്കാണ് കയറുക. ഇതും തേക്കൻ തടി കൊണ്ടുള്ള ഡോറാണിത്. കട്ടള മുഴുവൻ ആഞ്ഞിലിയാണ്, പാളികളെല്ലാം തേക്കാണ്, ജനൽപ്പാളികൾ തേക്കാണ്, ഡോറുകൾ തേക്കാണ്, അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ തേക്കാണ്. ഇന്ന് പാലായിൽ കിട്ടാനുള്ള ഏറ്റവും നല്ല വീടുകളിൽ ചുരുക്കം വീടുകളിൽ ഒരു നല്ലൊരു വീടാണിത്. കാരണം 15 സെൻറ്റ് സ്ഥലത്തിൽ ഒറ്റ നില വീടായിട്ട് നല്ല റൂഫ് ചെയ്ത മോഡൽ. നമ്മൾ റൂഫിങ്ങിനകത്തേക്കൊന്നും പോയില്ല. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ മഴയായിരുന്നു. മഴയുള്ളത് കൊണ്ട് മഴ പെയ്യാൻ തുടങ്ങിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പുറത്തെ വീഡിയോസ് എടുത്തിട്ട് അകത്തേക്ക് പോവുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ റൂഫിനകത്തേക്കൊന്നും കയറിപ്പോയി കാണിച്ചില്ല. പക്ഷേ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന കേരള തനിമയോട് കൂടിയുള്ള കേരളത്തിൻ്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെയുള്ള വീട്. എപ്പോഴും ഇതുപോലെ ഉള്ള വീടുകളാണ് ചരിച്ച ഷെയ്ഡ് വാർത്ത വീടുകൾ. അതാണ് ഏറ്റവും നല്ലത് എന്ന് നമുക്ക് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതാണ് TV യൂണിറ്റ്. കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും മഴ പെയ്യുന്നൊരു കാലാവസ്ഥയാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബോക്സ് ടൈപ്പ് വീടുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മഴയ്ക്കും ഭിത്തി വഴി നനയും. അതൊക്കെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകൾ എന്നാണ് തോന്നിയേക്കുന്നത്. കാരണം ഈ മഴ ഒത്തിരി ഇല്ലാത്ത ഏരിയയിൽ ബോക്സ് ടൈപ്പ് വീടുകളിൽ ഭിത്തി നനഞ്ഞ് ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ പെയിൻ്റ് എല്ലാം പോകും. അതുകൊണ്ട് ഷെയ്ഡുള്ള ടൈപ്പ് വീടുകൾ, അതായത് ചെരിഞ്ഞ ഷെയ്ഡ് കേരള സ്റ്റൈൽ വീടുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വീടുകൾ, അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ പായൽ പിടിച്ചാലും മേളത്തെ ഓടിൽ മാത്രമേ പായൽ പിടിക്കുകയുള്ളൂ. അത് നല്ല പെയിൻ്റ് ഓടിനൊക്കെ ഈ വീട് പോലെയൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓടിനും പെയിൻറ്റ് പോവില്ല. അവൾ വീടിൻ്റെ ഭിത്തിയൊക്കെ എപ്പോഴും പുതിയതായിട്ട് തന്നെ ഇരിക്കും. ഒരിക്കലും പായൽ പിടിക്കുകയോ നനയുകയോ അല്ലെങ്കിൽ അകത്തേക്ക് വെള്ളം പനിച്ച് ഭിത്തി വഴി വരുന്ന ആ ഒരു ശല്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ടോയ്ലറ്റുകളൊക്കെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. ഏതാണ്ട് ഷവറൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ഒരു ഏറ്റവും ക്വാളിറ്റിയിൽ പണിതൊരു വീട് എന്ന് തന്നെയാണ്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലൊക്കെ വെച്ച് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് 100% ശരിയാണെന്ന് ഓരോ ഭാഗങ്ങളും നമ്മൾ ഒരു വീടിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് നേരിൽ വന്ന് കാണാം. ഈ പ്രോപ്പർട്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ നേരിൽ വന്ന് കാണാം. നേരിൽ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും തീരുമാനിക്കാം. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ കാണിച്ച് ഓരോ ഭാഗങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് വില. വീട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ വില പറയാവൂ എന്ന് നമ്മൾ പലരോടും പറയാറുണ്ട്. കാരണം നമ്മൾ ആദ്യം വീട് കാണുക, പ്രോപ്പർട്ടി കാണുക, ലൊക്കേഷൻ കാണുക, ഓരോ കൺസ്ട്രക്ഷൻ കാണുക. കാരണം സ്ക്വയർ ഫീറ്റ് മാത്രം നോക്കിയാൽ ഒരു വീടിൻ്റെ വിലയെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം സ്ക്വയർ ഫീറ്റ് പല രീതിയിൽ വീടുകൾ ചെയ്യാം. റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം, അതുപോലെ തന്നെ റേറ്റ് കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില ഒട്ടും കൂടുതലാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വില നെഗോഷ്യബിളുമാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഫുൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരോ സാലറി സർട്ടിഫിക്കറ്റൊക്കെ ഉള്ളവർക്കാണ് ലോൺ ചെയ്ത് കൊടുക്കുക. ഇനി സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ചെറിയ കടകൾ നടത്തുന്നവർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ബസ്സിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. പക്ഷേ വലിയ എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ടുകളൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ എന്നും വരുമ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സ്, നിങ്ങളുടെ ഷെയറും നിങ്ങൾ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.